കെ പ്രസാദ് ഇട്ടേക്കുന്ന കമന്റ് എന്ന് വെച്ചാൽ ഇവന് കണ്ണ് കാണില്ലേ. KP ഞങ്ങൾ കളിയാക്കി വിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്ദേശിച്ച് ഇവനേന്നായിരിക്കും. അപ്പോൾ അതുപോലെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയായിരുന്നു. ഈ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് വേറൊരു ഫേസ്ബുക്കിൽ ഇങ്ങനെ ചെറിയൊരു ഇത് വന്നു. കുറേ കമൻ്റൊക്കെ ഉണ്ട്. നോ സീൻ, എനിക്ക് വിഷയമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും പ്രതികരിക്കണ്ടേ, ഇല്ലെങ്കിൽ എന്താ ഒരർത്ഥമില്ല. അവരവരുടെ ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടി ഇടുന്നു, ഞാൻ എൻ്റെ ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടി ഞാനിടുന്നു. അത്രയായിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോയിലൊക്കെ എടുക്കാം. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിങ്ങനെ 2-3 കമൻ്റൊക്കെ ഉണ്ട്. ഇങ്ങനെ ഞാൻ അത്യാവശ്യം നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ഇങ്ങനെ കളിയാക്കി തന്നെ അയച്ചിട്ടുണ്ട്. പക്ഷെ കളിയാക്കലുള്ള സീനൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താണെങ്കിലും അത് വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. ഓക്കെ, ഇതിൽ തന്നെ എൻ്റെ ആ ഒരു ഇട്ട കമൻറ്റും കൊടുക്കാം കേട്ടോ. ഒരു അനന്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാം ജോൺ എന്ന് പറഞ്ഞൊരു പയ്യൻ ഒരു പെട്ടെന്ന് നോക്കുമ്പോൾ ചെറിയൊരു ലുക്ക് ഈ ഫോട്ടോയിൽ ഉണ്ടെന്ന് പുള്ളി അയച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കമൻ്റ് എന്ന് വെച്ചാൽ പിന്നെ അയച്ചേക്കണമെന്ന് വെച്ചാൽ ശില്പ, ഇവനെ ഞങ്ങൾ കളിയാക്കി വിട്ടിട്ടുണ്ട് ലുലു മാളിൽ വെച്ച്. ചമ്മി ആകെ നാശമായി. ഇവൻ പാവം തോന്നി. സത്യം പറഞ്ഞാൽ ഞാൻ ലുലു മാളിൽ അങ്ങനെ പോയിട്ട് എനിക്കിതുവരെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനിതുപോലെ ഡ്രസ്സും കൂളിംഗ് ഗ്ലാസും വെച്ച്, കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്ന വയ്ക്കാം. ഇതുപോലെ ആ ഒരു സ്റ്റൈലിൽ ഞാൻ ഇതുവരെയും ലുലു മാളിൽ പോയിട്ടില്ല. എനിക്കതിൻ്റെ കാര്യമില്ല. കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ പുള്ളി ഡ്രസ്സോ അല്ലെങ്കിൽ ടീഷർട്ടോ അങ്ങനെ വല്ല സംഭവം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഓക്കെ അംഗീകരിക്കാം. ഇത് ഏതോ ഒരു ആൻറ്റി, എനിക്ക് ആൻറ്റി ഏതാ അറിയില്ല. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഞാനും ഒരു കമൻറ്റ് അടിച്ചു. അതായത് ഞാൻ ഇങ്ങനെ അയച്ചേണേ, നമ്മൾ ഒരുമിച്ചാർന്നല്ലോ അന്ന് റൂമിൽ എന്ന് അയച്ചു. ചിലപ്പോൾ ചിലർക്ക് തെറ്റാന്ന് തോന്നാം, പക്ഷെ ഞാൻ എൻ്റെ ചോദിച്ചാൽ എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ എന്തോ ലുലുമാളിൽ പോയിട്ട് ഇവരൊക്കെ എന്നെ കളിയാക്കി വിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് വരെ ഞാൻ ലുലുമാളിൽ പോയിട്ട് ഇതുവരെ എൻ്റെ അടുത്ത കാര്യം വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് ആ ഒരു ഇതിൽ പോയിട്ടുമില്ല. മീൻസ് ആൻറ്റി ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ദുൽഖറായിട്ട് നടന്നു ചെന്നു. അപ്പോൾ ആളുകളൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ ആ ചമ്മി നാണം കെട്ട് പോയി എന്നൊക്കെ ആയിരിക്കും ആ ആൻറ്റി ഉദ്ദേശിക്കണേ. അപ്പോൾ ഞാൻ ഇന്നുവരെ അങ്ങനെ പോയിട്ടില്ല. ഞാൻ പോകാൻ താല്പര്യമില്ല. ഞാൻ അങ്ങനെ എനിക്ക് പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് നടന്ന് വേഷം കണ്ട കോമാളിത്തരം ഇഷ്ടമല്ല. ചിലത് മറ്റേ പറയും അപ്പോൾ ഇത് കോമാളിത്തരമൊന്നുമില്ല. അത് ചെറിയൊരു നേരം പോക്ക്, ഒരു കോമഡി അത്രയായിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കമൻറ്റിലോട്ട് കിടക്കാം. പിന്നെ അയച്ചേക്കുന്ന ഒരുപാട് കമൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ കമൻറ്റുകളെല്ലാം ഈ സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി. വേറെ എടുത്തവൻ ഷാലു അഖിൽ VK ചെറുതായിട്ട് ഉണ്ട്. പിന്നെ വേറെ എടുത്തവൻ